Hello friends, once again welcome to Higher Dots. നമുക്ക് ആദ്യം തന്നെ tense എന്താണെന്ന് പറയാം. It is the verb form which shows the time of an action or event. അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തിയുടെയോ ഈവന്റ് അല്ലെങ്കിൽ സംഭവം അതോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിന്റെയോ സമയത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോമിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത്. മെയിൻലി 3 ടെൻസസ് ആണുള്ളത്. അതായത് പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം, അത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് പ്രസന്റ് ടെൻസ് അഥവാ വർത്തമാനകാലം, അതായത് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇനി വരുന്നത് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി കാലം, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാര്യം അറിയേണ്ടത്, ഈ ഓരോ ടെൻസിനെയും വീണ്ടും നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ടെൻസിനും 4 ഫോംസ് വീതമുണ്ട്. ഇപ്പോൾ പാസ്റ്റ് ടെൻസ് എടുത്താൽ പാസ്റ്റ് ടെൻസിനുണ്ട് 4 ഫോംസ്, പ്രസന്റ് ടെൻസിന് 4 ഫോംസ് ഉണ്ട്, അതുപോലെ ഫ്യൂച്ചർ ടെൻസിന് 4 ഫോംസ് ഉണ്ട്. ഇനി ഏതൊക്കെയാണ്, അങ്ങനെയാണ് നമ്മൾ 4 × 3 12 ടെൻസ് ഫോംസ് പഠിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ആ ടെൻസ് ഫോംസ് എന്ന് നോക്കാം. ഇപ്പോൾ പ്രസന്റ് ടെൻസ് എടുത്താൽ പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി പാസ്റ്റിലേക്ക് വന്നാലും പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിലേക്ക് വന്നാലും ഫ്യൂച്ചർ സിമ്പിൾ ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് അടുത്തത്, പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 ടെൻസ് ഫോംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, അതായത് 12 ടെൻസിൻ്റെയും വെർബിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈസ്, ആം, ആർ, വാസ്, വെയർ. ഈ ഇത്രയും ഓക്സിലറി വേർബ്സ് ബിയുടെ ഫോംസ് ആണ്. ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ടെൻസിൻ്റെ വെർബിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ നമുക്ക് ഇനി ടെൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രസന്റ് ടെൻസിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോമാണ് പ്രസന്റ് സിമ്പിൾ. പേര് പറയുന്നത് പോലെ തന്നെ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് വെർബ്, വെർബിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിളിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളതിനെ റൂട്ട് ഫോം ഓഫ് വെർബ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ സിംപ്ലി നമുക്കതിനെ V1 എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് വെർബ് എന്ന് നമ്മളതിനെ പറയും. ഫോർ എക്സാമ്പിൾ, ഐ റൈറ്റ് എ ലെറ്റർ. ഇവിടെ റൈറ്റ് എന്നുള്ളത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അതുപോലെ തന്നെ ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇവിടെ റൈറ്റ്സ് എന്നുള്ളതും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, എഴുതുക. ഓക്കെ, പിന്നെ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഐ എപ്പോഴും നമ്മളൊരു പ്ലൂറൽ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് വെർബിൻ്റെയും പ്ലൂറൽ ഫോം അഥവാ റൈറ്റ് എന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഷീ അല്ലെങ്കിൽ ഹി അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്തിട്ട് വെർബിനെയും സിംഗുലർ ഫോമിലാക്കി മാറ്റും. അങ്ങനെയാണ് ഇവിടെ റൈറ്റിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് നമ്മളതിനെ റൈറ്റ്സ് എന്നാക്കി ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബാക്കി നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, പ്രസൻറ്റ് സിമ്പിളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് വെർബും സിംഗുലറോ പ്ലൂറലോ ആയിട്ട് മാറാറുണ്ട്. ഇനി രണ്ടാമത്തേതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പേരിൽ തന്നെയുണ്ട് കണ്ടിന്യൂസ്, അതായത് കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസ്, അതായത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും നമ്മൾ വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും വെർബിൻ്റെ ING ഫോം ഉണ്ട്, പക്ഷേ ING ഫോം മാത്രം പോരാ, അതിന് മുൻപായിട്ട് ഈസ്, ആം, ആർ ഇവയിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് കൂടെ ചേർത്തിരിക്കണം. ഈസ് ഉപയോഗിക്കുന്നത് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, അതുപോലെ ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ആം ഉപയോഗിക്കും. ഇനി പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ അവിടെ ആർ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഈസ്, ആം, ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം, ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെർബിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ ആം വന്നത് ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ വെർബിൻ്റെ ING ഫോം, അതായത് റൈറ്റിംഗ്. സോ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ക്ലിയർ. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിൽ നമ്മൾ
പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇവിടെ ഹാസും ഹാവും വരുമ്പോൾ ഹാസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഐ എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു പ്ലൂറൽ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമ്മളിവിടെ ഹാവ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. റിട്ടൺ എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ തേർഡ് ഫോം. റൈറ്റ്, റോട്ട്, റിട്ടൺ, അങ്ങനെയാണ് V1 V2 V3 പോകുന്നത്. സോ നമ്മൾ ഐ ഹാവ് റിട്ടൺ, അതായത് റൈറ്റിൻ്റെ തേർഡ് ഫോമായ റിട്ടൺ ആണ് ഇവിടെ എഴുതി സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ടെൻസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പെർഫെക്റ്റ് ടെൻസിനെയും അതിനു മുൻപ് പറഞ്ഞ കണ്ടിന്യൂസ് ടെൻസിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നാലാമത്തെ ടെൻസ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യുമ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും വെർബിൻ്റെ സ്ട്രക്ചർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ സ്ട്രക്ചർ നോക്കാതെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ഐ സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഐ ആണ് സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആയിരുന്നു. ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിച്ചു. പിന്നെ V3 വരണം. V3 നമ്മൾ എടുക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഈ ഈസ് ആം ആർ വാസ് വെയർ എന്നൊക്കെ പറയുന്നത് ബിയുടെ ഫോംസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ആ ബിയുടെ V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ എടുക്കുന്നത്. സോ നമ്മൾ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇവിടെ വന്നു കഴിഞ്ഞു. അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഇവിടെ ബിയുടെ V3 ആണ് ബീൻ എന്നുള്ളത്. അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കണ്ടീഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതാണ്. കണ്ടിന്യൂസ് ടെൻസ് നമുക്കറിയാം വെർബിൻ്റെ ING ഫോം ആയിരിക്കും. സോ നമ്മളിവിടെ വെർബിൻ്റെ ING ഫോമും എഴുതി വെച്ചു. സോ നമുക്ക് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസിൻ്റെ കണ്ടീഷനും വന്നു, അതുപോലെ കണ്ടിന്യൂസ് ടെൻസിൻ്റെ കണ്ടീഷനും വന്നു. ഇനി പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോഴും അവിടെ ആദ്യം പാസ്റ്റ് സിമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ പ്രസൻറ്റ് സിമ്പിളിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ പാസ്റ്റ് സിമ്പിളിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എങ്ങനെയാണ് മാറുന്നത് നോക്കാം. റൈറ്റ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോം അഥവാ V2 എന്ന് പറഞ്ഞാൽ റോട്ട് എന്നുള്ളതാണ്. ഐ റോട്ട് എ ലെറ്റർ. അങ്ങനെയായിട്ട് നമ്മുടെ എക്സാമ്പിൾ മാറും. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നെങ്കിൽ അഥവാ ഷീ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അവിടെയും നമുക്ക് വെർബിന് ചേഞ്ച് സംഭവിക്കുന്നില്ല, കാരണം പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ എന്നുള്ള ഒരു ഡിഫറൻസ് വരുന്നില്ല, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇവിടെയും ഷീ റോട്ട് എ ലെറ്റർ എന്ന് തന്നെയായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അവിടെ നമ്മൾ സിംഗുലർ പ്ലൂറൽ എന്നുള്ള ഒരു ഡിഫറൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി രണ്ടാമത്തേതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. നമ്മളിവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞതുപോലെ പാസ്റ്റിലേക്ക് വരുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവിടെ നമുക്കറിയാം വെർബിൻ്റെ ING ഫോം എന്തായാലും കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. സോ വെർബിൻ്റെ ING ഫോം ഉണ്ട്. പിന്നെ പ്രസൻറ്റിൽ നമ്മൾ യൂസ് ചെയ്തത് ഈസ്, ആം, ആർ ഇവയിൽ ഏതെങ്കിലും ഓക്സിലറി വെർബായിരുന്നു. അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ വാസ് അല്ലെങ്കിൽ വെയർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. സിംഗുലർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കും, പ്ലൂറൽ ആണെങ്കിൽ വെയർ ഉപയോഗിക്കും. ഇനി നമ്മുടെ എക്സാമ്പിൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഐ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഐയുടെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പം ഐ എന്നുള്ള സബ്ജക്റ്റ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്ന സമയത്ത് ഐയുടെ കൂടെ നമ്മൾ വാസ്, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്ന വാസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സോ ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നായിട്ട് നമ്മുടെ സെൻറ്റൻസ് മാറും. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് വെർബിൻ്റെ ING ഫോം. പ്രസൻറ്റ് കണ്ടിന്യൂസിലായിരുന്നു അപ്പം ഈസ്, ആം, ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം ആയിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് വെർബിൻ്റെ ING ഫോം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐയുടെ കൂടെ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഐയുടെ കൂടെ വാസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഐയുടെ കൂടെ വെയർ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ ഇമാജിനറി സെൻറ്റൻസസ് ഒക്കെ പറയാൻ നേരം ഐ വെയർ എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ടെൻസിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഐയുടെ കൂടെ വാസ്, നോർമലി നമ്മൾ ഐയുടെ കൂടെ വാസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസും കഴിഞ്ഞു. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ നമുക്കറിയാം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആയിരുന്നു നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ V3 അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ഡിഫറൻസ് വരുന്നത് ഹാസ്, ഹാവ് ഇവ പ്രസൻറ്റിൽ ഉപയോഗിച്ചെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഹാഡ് ആയിട്ട് മാറും. സോ നമ്മുടെ സ്ട്രക്ചർ ഹാഡ് പ്ലസ് V3. ഇവിടെയും നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും ഹാഡ് ആണ് നമ്മളവിടെ ചേർക്കുന്ന ഓക്സിലറി വെർബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിൾ എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ചാൽ ഐ
ഹാഡ് റിട്ടൺ വെർബിൻ്റെ തേർഡ് ഫോമാണ്. സോ റിട്ടൺ എ ലെറ്റർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഹാഡ് പ്ലസ് V3. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരുന്നെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെത് ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറുന്നു. അത്രേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റ് പെർഫെക്റ്റിനെയും പാസ്റ്റ് കണ്ടിന്യൂസിനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കിയാൽ ഇതിനകത്തുനിന്ന് അത്യാവശ്യം വേണ്ട ചേഞ്ചസ് മാത്രം വരുത്തിയാൽ നമുക്കിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും വരണം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും വരണം. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആയിരുന്നു. അപ്പോൾ ആ V3ക്ക് പകരം നമ്മൾ നേരത്തെ പറഞ്ഞു ബിയുടെ V3 ഫോം തേർഡ് ഫോമാണ്, അതായത് ഹാഡ് ബീൻ എന്നുള്ളതായിട്ട് മാറും. പിന്നെ നമുക്ക് വെർബിൻ്റെ ING ഫോം. സോ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്നായിട്ട് മാറും. സബ്ജക്റ്റ് I ആണ്. സോ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഹാസ് അല്ലെങ്കിൽ ഹാവ് മാറി അവിടെ ഹാഡ് ആയി. അത് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും കൂടെ കമ്പൈൻ ചെയ്താലും നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസിൽ വരുന്നത് പാസ്റ്റ് സിമ്പിൾ. ആദ്യം വരുന്ന പാസ്റ്റ് സിമ്പിളിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കും. പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കും. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാഡ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കും. ഓക്കെ, അടുത്തത് ഫ്യൂച്ചർ ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസ് വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഫ്യൂച്ചർ ടെൻസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആകെ 1-2 വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ടെൻസിലെ ഓരോ ടെൻസ് ഫോമും, അതായത് ഫ്യൂച്ചർ സിമ്പിൾ ആയാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ഏത് ടെൻസ് ഫോം എടുത്താലും അവിടെ വില്ല് അല്ലെങ്കിൽ ഷാല് ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഫ്യൂച്ചറിലെ ഫസ്റ്റ് ഫോമാണ് ഫ്യൂച്ചർ സിമ്പിൾ എന്നുള്ളത്. നമ്മൾ പ്രസൻറ്റ് സിമ്പിളിലേക്ക് നോക്കുക, ഇവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഫ്യൂച്ചർ സിമ്പിളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്രൊവൈഡഡ് ദർ ഇസ് ആൻ ഓക്സിലറി വെർബ് വിൽ ഓർ ഷാൽ. വിൽ അല്ലെങ്കിൽ ഷാൽ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബിനോടൊപ്പം പ്രസൻറ്റ് സിമ്പിളിൽ ചെയ്തതുപോലെ തന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഫ്യൂച്ചർ സിമ്പിളിലും ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ എക്സാമ്പിൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്, അതുകൊണ്ട് ഐ ഷാൽ, പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ദാറ്റ് ഇസ് റൈറ്റ്. ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ എന്നായിട്ട് നമ്മുടെ എക്സാമ്പിൾ മാറും. ഇനി ഇവിടെ ഷീ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിൽ ഷീ സെക്കൻഡ് പേഴ്സൺ ആയതുകൊണ്ട് നമ്മൾ എഴുതും ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. ഇവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നുള്ളത്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് നോക്കുക, അവിടെ ഈസ് ആം ആർ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ്. ഇവിടെയും വെർബിൻ്റെ ING ഫോം ഉണ്ട്. പിന്നെ വരുന്നത് ഈസ് ആം ആർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വരണം. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഈ ഈസ് ആം ആർ വാസ് വെയർ എന്നൊക്കെയുള്ളത് ബിയുടെ ഫോംസ് ആണെന്ന്. സോ നമ്മൾ ഈസ് ആം ആർ എന്നുള്ളതിന് പകരമായിട്ട് ഇവിടെ ബി ആണ് ഉപയോഗിക്കുന്നത്. സോ ബി പ്ലസ് വെർബിൻ്റെ ING ഫോമാണ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൽ അല്ലെങ്കിൽ ഷാല് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇവിടെ ഈസാം ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം ആണെങ്കിൽ ഇവിടെ ബി പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അവിടെയും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിലും സംഭവിക്കുന്നത്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഇവിടെ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിച്ചത്. പക്ഷേ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഹാവ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഹാസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, സോ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ will or shall plus have plus വെർബിൻ്റെ തേർഡ് ഫോം ദാറ്റ് ഇസ് V3. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ചാൽ ഐ ഷാൽ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നായിട്ട് മാറും. ലെറ്റർ. ഓക്കെ, ഇനി ഇവിടെ ഷീ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിലും ഷീ വിൽ ഹാവ് റിട്ടൺ എന്ന് തന്നെയായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഹാസ് ഹാവ് ആ രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഹാവ് എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടില്ലായിരുന്നു. ഐ ഷാൽ ബി റൈറ്റിംഗ് എ ലെറ്റർ.
ഓക്കെ, ഇനി വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് നോക്കുക. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ്. ഇവിടെ നമ്മൾ വിൽ ഓർ ഷാൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. പ്ലസ് ഹാസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല, ഹാവ് മാത്രമേ ഉള്ളൂ. ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ബോർഡിൽ സ്പേസ് കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ 4 ഫോംസ് ഇതാണ്. ഫ്യൂച്ചർ സിമ്പിൾ, അവിടെ വിൽ ഓർ ഷാൽ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അവിടെ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബിൻ്റെ ING ഫോം. അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ അവിടെ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇനി ഈ 12 ഫോംസും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കാം. പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, അത് പാസ്റ്റ് സിമ്പിൾ ആകുമ്പോൾ വെർബിൻ്റെ സെക്കൻഡ് ഫോമായി. ഫ്യൂച്ചർ സിമ്പിൾ ആകുമ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് പ്രസൻറ്റ് ടെൻസിലെ പോലെ തന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ആം ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോഴേക്കും അത് വാസ് വെയർ പ്ലസ് വെർബിൻ്റെ ING ഫോമായിട്ട് മാറും. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇനി അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോഴേക്കും ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഈ ഹാസും ഹാവും സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും ആകുന്നതനുസരിച്ച് മാറി മാറി ഉപയോഗിക്കും. സോ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് പ്ലസ് V3 ആയി. അത് ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറി. ഇനി അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആകുമ്പം ഈ ഹാസ് ഓർ ഹാവ് മാറിയിട്ട് അവിടെ ഹാഡ് ആകും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. അത് ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വരുമ്പോഴേക്കും വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 12 ടെൻസ് ഫോംസും. സ്ക്രീനിൽ കാണുന്ന ഈ ഹാൻഡ് റിട്ടൺ ചാർട്ടിൽ 12 ഫോംസും അതിൻ്റെ എക്സാമ്പിൾസും ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 12 ടെൻസ് ഫോംസിലും വെർബിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് മാറി മാറി വരുന്നതെന്നാണ് നോക്കിയത്. പക്ഷേ ഓരോ ടെൻസും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതായത് ടെൻസിൻ്റെ യൂസസിനെ കുറിച്ച് നമ്മൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ആകുന്നതായിരിക്കും, ഉടനെ തന്നെ അപ്ലോഡ് ആകുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.